ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡെയിലി വ്ലോഗിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഇൻട്രോ കണ്ടപ്പോൾ മനസ്സിലായി കാണൂലേ, അത് തന്നെ കേട്ടോ. ഞാൻ പുറത്ത് പോവുകയാണേ. ഇപ്പോഴത്തേക്ക് കാവടത്തുള്ളി പോയിട്ട് ട്രാജഡി ആയ അവസ്ഥയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ എൻഡിൽ മനസ്സിലാവുകയെ. ഞാൻ മുന്നേ എൻ്റെ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് ഗ്യാസിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്ന്. അപ്പോൾ അത് കാണിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് സ്കാനിങ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് 4 മണിക്കാണ് എനിക്ക് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 3:30 ഒരു ബസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, എന്ത് കാറ്റാണ് ഈ ചൂടത്ത് ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ ഞാൻ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. ഒരു 4 മണിക്ക് മുന്നേ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്കോ തിരക്കൊന്നുമില്ല. അപ്പം ഞാൻ അകത്തേറി ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയാ 1 മണിക്കായിരുന്നു സ്കാനിങ് ഉണ്ടായിരുന്നത്, ഈ സമയത്തൊക്കെ എന്തിനാണ് നിങ്ങൾ വന്നേന്നുള്ളത്. അപ്പോൾ ഞാൻ എനിക്ക് ഇതിനകത്ത് 4 മണിന്ന് നേരെ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് കാണിച്ചിട്ട് അവർ പറയാം അവർക്ക് പെട്ടെന്നാണ് ഷിഫ്റ്റ് മാറ്റേണ്ടി വന്നത്, 1 മണിക്കാണ് സ്കാനിങ് ഉണ്ടായിരുന്നത്, ഇന്ന് ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് മാറ്റേണ്ടി വന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ സംസാരിച്ചു, ഞങ്ങൾ എങ്ങനെ അറിയാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ ഒരുമാതിരി അവർ നമ്മുടെ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത കൂട്ടാണ് കേട്ടോ നമ്മൾ കാണിച്ചത്, ഒരുമാതിരി അവോയ്ഡിങ് ഒക്കെ. വേറൊരു ബോയ് ഉണ്ടായിരുന്നു അവിടെ എഴുതാൻ വേണ്ടിയിട്ട്. അയാളാണെങ്കിൽ നമ്മൾ മൈൻഡ് പോലും ചെയ്തു, ഞങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നിട്ട് എപ്പോൾ വരണം. അവിടുത്തെ സിസ്റ്റർ ആണെങ്കിൽ പിന്നെയും കുറച്ച് മാന്യതയോടെ സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് കൊല്ലം ജില്ലാ ഹോസ്പിറ്റലാണ് കേട്ടോ, ഡിസ്ട്രിക്റ്റിൽ. ഞങ്ങൾ കുറേ നേരം നിന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ പറഞ്ഞത് നാളെ, അതായത് നാളെ 22-ാം തീയതി 8 മണിക്ക് രാവിലെ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോദിച്ചില്ലായിരുന്നെങ്കിൽ അതും പറയത്തില്ലായിരുന്നു. നമ്മളിപ്പോൾ പ്രൈവറ്റിൽ പോയി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്കൊരു സമയം തന്നതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് വന്നത്. കുറച്ചുകൂടെ നേരത്തെ സമയം തന്നാലും നമ്മൾ ആ സമയത്ത് വന്നേനെ. പിന്നെ അങ്ങനെ കുറച്ച് നേരം നിന്ന് അവിടെ സംസാരിച്ചപ്പോഴത്തേക്കും 8 മണിക്ക് വരാൻ പറഞ്ഞു. ഇനി അങ്ങനെ നാളെയാണ് ഡേറ്റ് തന്നേക്കുന്നത്. പിന്നെ അതേ ഞാനും അമ്മയും അവിടെ കുറച്ച് നേരം നിന്നിട്ട് ഇങ്ങനെ ഇറങ്ങി. പിന്നെ അവിടെ തന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, 3 അവിടെ ചെയ്തിട്ട് ബാക്കി 4 ടെസ്റ്റ് ഉണ്ട്. അത് മൊത്തം ഇനി പുറത്തുനിന്നാണ് എഴുതി തന്നിരിക്കുന്നത്. എന്തോ ചെയ്യാനാന്ന് പറ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, നമ്മുടെ ഗീവ് അവേയുടെ റിസൾട്ട് നാളെ രാത്രി 8 മണിക്കാണ് കേട്ടോ അനൗൺസ്മെന്റ് ചെയ്യുന്നത്.